ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്, ആം, ആർ, അതേപോലെ വാസ്, വേർ ഇവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവും തന്നെയാണ്. പക്ഷേ എൻ്റെ ക്ലാസ്സുകളിൽ ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ജോയിൻ ആയി അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞൊക്കെ പോയവരുടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇനിയും ഇത് മനസ്സിലാകാത്തവരുണ്ട്. കാര്യം എല്ലാവർക്കും ഒരേപോലെയൊന്നുമല്ല മനസ്സിലാക്കാനുള്ള കഴിവ്. അതുകൊണ്ട് ഇപ്പോഴും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയത്തില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന്. ഇത് ഞാൻ പാർട്ട് 1 ആയിട്ട് തന്നെ കൊടുക്കാം. ഈസാം ആറിന്റെ വേറെ പല ക്ലാസ്സുകൾ ഇനി വരികയാണ്. വാസ വേറെ രണ്ടും കൂടെ കൂട്ടിച്ചേർത്താണ് പറയുന്നത്. കാര്യം ഈസാം ആറെന്ന് മാത്രം പറയുമ്പോൾ കിട്ടും, അതിൻ്റെ കൂടെ വാസു വേറും കൂടെ ചേർത്ത് പറയുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ക്ലാസ് സമർപ്പിക്കുകയാണ്. കാരണം അവർ വീണ്ടും 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 ഈ ക്ലാസ് കേൾക്കുക, പഠിക്കുക. കാര്യം ഇതൊക്കെയാണ് ഇംഗ്ലീഷിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് അറിയണം. ഇതറിയാൻ നമുക്ക് മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈസ്, ആം, ആർ ഇത് 3 വാക്ക്. ഈ 3 വാക്കിന്റെയും അർത്ഥം ആണ് എന്നാണ്. നമ്മൾ പലരും പറയും ആകുന്നു എന്ന്. നമ്മൾ ആകുന്നു എന്നൊന്നും ഉപയോഗിക്കാറില്ലല്ലോ, ആണ്. അപ്പൊ ഈസ്, ആം, ആർ എന്നുള്ള ഈ 3 വാക്കിന്റെയും അർത്ഥം ആണ് എന്നാണ്. ഇത് പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് പാസ്റ്റ് ഉണ്ടാവുമല്ലോ, എന്താണെങ്കിലും ഇത് കഴിയണമല്ലോ. കഴിഞ്ഞ കാര്യം നമുക്ക് പറയണമെങ്കിൽ ഇതിന്റെ പാസ്റ്റ് ആണ് വാസും വേറും. ഈ 2 വാക്കിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. ഇപ്പൊ മനസ്സിലായല്ലോ. ഈസാം ആർ എന്നുള്ള 3 വാക്കിന്റെയും അർത്ഥം ആണ് എന്നാണ്. വാസ വേറെന്നുള്ള 2 വാക്കിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഈസാം ആർ എന്നുള്ളത് പ്രസന്റ് ടെൻസിലാണ്. വാസ വേർ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാണ് ഞാന് പോകുവാണ്, അവള് വരുവാണ്, ചെയ്യുവാണ്, കളിക്കുവാണ്, പറയുവാണ്. ഈ ആണ് എന്ന് വരുന്ന മലയാളത്തിൽ നമ്മൾ പറയേണ്ട സെന്റൻസിലെല്ലാം എന്തുണ്ട്? ഈസ്, ആം, ആർ ഉണ്ട്. ഇനി പോകുവായിരുന്നു, ഞാൻ പോകുകയായിരുന്നു, വരികയായിരുന്നു, ചെയ്യുകയായിരുന്നു. ഇതിനെല്ലാം എന്താ? ഈ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാം എന്തുണ്ട്? വാസ് വേറുണ്ട്. ഞാൻ കളിക്കുകയായിരുന്നു, ഞാൻ സംസാരിക്കുകയായിരുന്നു, അവള് പറയുകയായിരുന്നു. ഇങ്ങനെ പറയാൻ വാസും വേറുമുണ്ട്. അപ്പൊ പറയുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കില്ല. അവിടെ നമുക്ക് വേറെ ഉപയോഗമാണ്. കളിക്കുമായിരുന്നു എന്നല്ല, കളിക്കുകയായിരുന്നു, പറയുകയായിരുന്നു, അവൾ എന്നോട് ആ നേരത്ത് പറയുകയായിരുന്നു, അവൾ ചെയ്യുകയായിരുന്നു, അവര് പാടുകയായിരുന്നു. ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വാസും വേറുമാണ് ഉപയോഗിക്കുന്നത്. അത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സബ്ജക്റ്റ് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതും പഠിക്കുക. അപ്പോ നമ്മൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഈസ, മാറി ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടിയാണ്, അതേപോലെ വാസ് വേറെ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടിയാണ്. അപ്പൊ നമ്മൾക്ക് സെന്റൻസ് എടുക്കാണ്. ഞാൻ പോകുവാണ് എന്നാണ് ഞാനിപ്പോ പറയുന്നത്. ഞാൻ പോകുവാണ്. അപ്പോ നമ്മൾ പറഞ്ഞത് മലയാള സെന്റൻസ് ആണ്. ഞാൻ എന്ന് പറഞ്ഞു, പോകുക എന്ന് പറഞ്ഞു, ആണ്. ഞാൻ പോകുകയാണ്. ഇതാണ് നമ്മൾ പോകുവാണ് എന്ന് പറയുന്നത്. ഞാൻ പോകുക ആണ് എന്നുള്ള മലയാള സെന്റൻസിനെയാണ് നമ്മളൊന്ന് ചുരുക്കി ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോകുകയാണ് എന്നുള്ളതിനകത്ത് ഞാൻ നമുക്ക് എന്തെന്ന് എഴുതാം? ഐ എന്ന് എഴുതാം. ഐ എന്ന് എഴുതി. ഇനി മലയാള സെന്റൻസിന്റെ അവസാനം എന്താ കിടക്കുന്നത്? ആണ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഐയുടെ കൂടെ നമുക്ക് ആണ് എന്ന് പറഞ്ഞൊരു ഭാഗം വേണമല്ലോ. ആണ് എന്ന് പറയാൻ എന്ത് വേണം? ഈസാം ആർ വേണം അല്ലെ? അപ്പൊ ഐയുടെ കൂടെ ആണ് എന്ന് പറയാൻ വേണ്ടത്. അപ്പൊ ആം നമ്മൾ ചേർത്തു. ഇനി എന്താ? പോവുക, ഗോ. ഐ ആം ഗോ എന്നായെങ്കിൽ ആയോ? ആയില്ല. നമ്മൾ ഓർത്തു വെക്കുക, നിങ്ങൾ ഈസ്, ആം, ആർ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ വേർബ് ING ഫോമിൽ നിൽക്കണം. അപ്പൊ ഗോയിങ് എന്നായി. ഇനി നമുക്ക് കം ആണോ ഉപയോഗിക്കേണ്ടത്? കമ്മിങ് എന്നായി. ടോക്ക് ആണോ ഉപയോഗിക്കേണ്ടത്? ടോക്കിംഗ് എന്നായി. ING ചേർക്കണം. അപ്പൊ നിങ്ങൾ പറയും അല്ല അവിടെ V3 ഉണ്ട്. അറിയുന്നവരാണെങ്കിൽ പറയും അത് പാസീവ് വോയിസും ആക്റ്റീവ് വോയിസ് ഒക്കെയാണ്, അത് അവിടെ വെക്കട്ടെ. പാസീവ് വോയിസിനെ നമുക്ക് അവിടെ വെക്കാം. ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത് മാത്രമാണ് പഠിക്കേണ്ടത്. ഗോയിങ് ING കൊടുക്കണം. അപ്പൊ എന്തായി? ഐ ആം ഗോയിങ്. ഞാൻ പോകുകയാണ്, ഞാൻ പോകുവാണ് എന്നായി. അപ്പൊ ഈ ആണ് എന്നുള്ളത് നമ്മൾ മലയാളത്തിലെ ആണ് എന്നുള്ളതിനെ എവിടെ കൊണ്ടുവച്ചു? ഇംഗ്ലീഷില് സബ്ജക്റ്റ് കഴിഞ്ഞ് രണ്ടാമത് കൊണ്ടുവച്ചു. ഇനി ഞങ്ങൾ പോകുവാണ്, ഞങ്ങൾ പോകുക ആണ്. എങ്ങനെ പറയും? ഞങ്ങൾ, വി ആണ്. ഇപ്പൊ ഇതിന്റെ അവസാനത്ത് എന്തുണ്ട്? ആണ് എന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ 3 വാക്കിന്റെ അർത്ഥമാണ് ആണ്. അപ്പൊ വിയുടെ കൂടെ ആരാണ്? ആറാണ്. വി ആർ
ഗോ പ്ലസ് ING വേണം നമ്മൾ പഠിച്ചു. വി ആർ ഗോയിങ്, ഞങ്ങൾ പോകുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ പോവുകയാണെന്നല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്, പോകുവാണ്. ഇനി ഞാൻ വരുകയായിരുന്നു എന്നാണ് അല്ലെ, ഞാൻ വരുകയായിരുന്നു, ഞാൻ ആ നേരത്തെ ഇങ്ങോട്ട് വരുവായിരുന്നു എന്ന് നമ്മൾ പറയും അല്ലെ, വരുകയായിരുന്നു എന്ന് പറയും. ഇങ്ങോട്ട് ഞാൻ വരുകയായിരുന്നു അല്ലെ, ആയിരുന്നു, വരുക ആയിരുന്നു. അപ്പൊ എന്ത് വേണം, ഇങ്ങോട്ട് നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങോട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് വേണം, ഞാൻ ആയി, ആയിരുന്നു എന്ന് പറയാൻ എന്ത് വേണം, വാസ് വേണം ഐയുടെ കൂടെ. ഐ വാസ് എന്താണ് വേണ്ടേ, ഞാൻ പോകുകയായിരുന്നു അല്ല, ഞാൻ വരികയായിരുന്നു എന്നാണ് സെന്റൻസ് പറഞ്ഞത്. അപ്പൊ ഐ വാസ്, കമ്മാണ് വരിക എന്നുള്ളത്, കമ്മിങ്. ഐ വാസ് കമ്മിങ്, ഞാൻ വരികയായിരുന്നു. ഐ വാസ് കെയിം എന്നല്ല, ഇതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. ഐ വാസ് കെയിം എന്ന് പറയാമോ, പറയത്തില്ല. കാര്യം എന്താണ്, നമ്മൾ വാസും വേറെ ഉപയോഗിച്ചു, വാസ് ഉപയോഗിച്ചു, വേർബ് എപ്പോഴും എങ്ങനെ വേണം, ING വേണം. അപ്പൊ നമുക്ക് ഐ വാസ് കെയിം എന്ന് പറയാമോ, പറയത്തില്ല. ഐ വാസ് കമ്മിങ്, ഞാൻ വരികയായിരുന്നു. ഞാൻ വരുമായിരുന്നു എന്നല്ല, വരുമായിരുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം പഠിക്കണം, അത് നമ്മുടെ വെക്കട്ടെ. ഞാൻ ആ നേരത്തെ ഇങ്ങോട്ട് വരികയായിരുന്നു, ഐ വാസ് കമ്മിങ്. പിന്നെ വി ആണെങ്കിലോ, വി, ഞങ്ങൾ വരികയായിരുന്നു, വി ആണ്. ആയിരുന്നു എന്ന് പറയാൻ വിയുടെ കൂടെ ആയിരുന്നു, വെയർ, വി വെയർ കമ്മിങ്, വരികയായിരുന്നു. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ആണ് എന്ന് പറയാൻ ഈ അവസാനമുള്ള ആണ് എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഈസാമാറ് കൊടുത്ത് രണ്ടാമത് പഠിച്ചു. ആയിരുന്നു എന്ന് പറയാൻ മലയാളത്തിൽ അവസാനമുള്ള ആയിരുന്നുവിനെ വാസ് വെയർ കൊടുത്ത് രണ്ടാമത് കൊടുത്തു. പിന്നെ വെർബ് ING കൊടുത്തു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഞങ്ങൾ പോകുമായിരുന്നു. പോകുമായിരുന്നു എന്ന് എങ്ങനെ പറയും, ഞങ്ങൾ പോകുവാണ് എന്ന് എങ്ങനെ പറയും, വി ആർ ഗോയിങ്. ആ കടയിലോട്ട് ഞങ്ങൾ പോകുവാണ് എന്നെങ്ങനെ പറയും, ആ കടയിലോട്ട് ഞങ്ങൾ പോകുവാണ്. പോകുവാണോ എന്ന് എങ്ങനെ പറയണം, വി ആർ ഗോയിങ്. ആ കടയിലോട്ട് നമ്മൾ മൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരു കടയിലോട്ടല്ലേ പോകുന്നത്, കടയിലോട്ട്, ഈ ലോട്ട് എന്ന് പറയാൻ നമ്മൾ ടു കൊടുക്കുക. അപ്പൊ എങ്ങനെയായി, വി ആർ ഗോയിങ് ലോട്ട് ടു ആ കടയിലോട്ട്. ഇതായി ഉപയോഗിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ പഠിക്കുക, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വി ആർ ഗോയിങ് ടു ദ ഷോപ്പ്, കടയിലോട്ട് ഞങ്ങൾ പോകുവാണ്. അങ്ങനെ വന്നു, വി ആർ ഗോയിങ് ടു ദ ഷോപ്പ്, കടയിലോട്ട് ഞങ്ങൾ പോവാണ്. ഇനി പറയാണ് ഞങ്ങൾ ഒന്നിച്ച് കടയിലോട്ട് പോവാണ്, ഒന്നിച്ച്, ടുഗദർ. എങ്ങനെയായി അപ്പോ, ടുഗദർ എന്ന് പറയാനാണ് വി ആർ, ഒന്നിച്ചെന്ന് പറയാണ് ടുഗദർ. അപ്പൊ ഞങ്ങൾ കടയിലോട്ട് ഒന്നിച്ച് പോകുവാണ്, അതെങ്ങനെ പറയണം, വി ആർ ഗോയിങ് ടു ദ ഷോപ്പ് ടുഗദർ, ഒന്നിച്ച് പോകുവാണ്. ഇനി നമ്മൾ തിരിച്ചു പറയാണ്, ഞങ്ങൾ കടയിലോട്ട് ഒന്നിച്ചു പോകുകയായിരുന്നു, പോകുകയായിരുന്നു. എങ്ങനെ പറയണം, ഞങ്ങൾ പോകുകയായിരുന്നു, വി വെയർ. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഒന്നും മാറ്റില്ല, ആയിരുന്നു എന്നുള്ള മാറ്റം മാത്രമേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ. വി വെയർ പോവുക, ഗോയിങ് കടയിലോട്ട്, ടു ആ കട, ദ. അപ്പൊ വി വെയർ ഗോയിങ് ടു ദ ഷോപ്പ് ടുഗദർ. ടുഗദർ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച്, ഞങ്ങൾ കടയിലോട്ട് ഒന്നിച്ച് പോകുകയായിരുന്നു. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇനി അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഈസാമാർ എന്ന് പറയുന്നത് ആണ് എന്ന്, വാസ് വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നുമാണ് അർത്ഥം. ഇത് ഉപയോഗിച്ചാൽ വെർബ് ING ആണെന്നാണ് അർത്ഥം. അപ്പോ ഞങ്ങള് പച്ചക്കറി മുറിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും, ഞങ്ങൾ പച്ചക്കറി മുറിക്കുകയായിരുന്നു എങ്ങനെ പറയും? ഇനി ആ സമയത്ത് ഞങ്ങൾ പച്ചക്കറി മുറിക്കുകയായിരുന്നു. ആ സമയത്ത് എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം, അറ്റ് ദാറ്റ് ടൈം. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക, അപ്പൊ നിങ്ങൾക്ക് പിന്നീട് സംശയം വരില്ല. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്, അറ്റ് ദാറ്റ് ടൈം ഞങ്ങൾ പച്ചക്കറി മുറിക്കുകയായിരുന്നു, മുറിക്കുകയായിരുന്നു. ഞങ്ങൾ, വി, ആയിരുന്നു, വെയർ. പിന്നെ എന്താണ്, വെർബ് വേണം, കട്ട്. കട്ട് എന്ന് പറഞ്ഞാൽ മതിയോ, ING. വി വെയർ കട്ടിങ് വെജിറ്റബിൾസ്, പച്ചക്കറി മുറിക്കുകയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം, അറ്റ് ദാറ്റ് ടൈം വി വെയർ കട്ടിങ് വെജിറ്റബിൾസ്, ഞങ്ങൾ വെജിറ്റബിൾസ് മുറിക്കുകയായിരുന്നു. ആയിരുന്നു എന്നുള്ള അവസാന ഭാഗത്തിനെ സബ്ജക്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചേർത്തു. ഇപ്പൊ പറയാണ് ഞങ്ങൾ ഇപ്പൊ പച്ചക്കറി മുറിക്കുകയാണ്, ഞങ്ങൾ ഇപ്പോൾ പച്ചക്കറി മുറിക്കുകയാണ്. ഇപ്പോൾ എന്ന് പറയാൻ നമ്മൾ ചേർത്തു നൗ. ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കൂ, നൗ,
ഇപ്പോൾ ഞങ്ങൾ പച്ചക്കറി മുറിക്കുകയാണ് ഞങ്ങൾ. വി ആണ് എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വി കഴിഞ്ഞ പടിയെ ആണ് എന്ന് ചേർക്കണം. വി ആർ കട്ടിങ് വെജിറ്റബിൾസ്. ഞങ്ങൾ പച്ചക്കറി മുറിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് അറിയുന്നവർ കേൾക്കണമെന്നില്ല കേട്ടോ. കാര്യം ഇത് പിന്നെയും നിങ്ങൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പൊ നമുക്ക് ഇതേപോലെ കുറെ സെന്റൻസുകൾ ഒന്ന് ഇതിനകത്ത് നമുക്ക് വൈലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചേർത്ത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ഇത് ബുക്കിൽ എഴുതി വെക്കുക. ഇത് ഞാൻ പാർട്ട് 1 വാസ് വേർ പാർട്ട് 1 ആയിട്ട് തന്നെ കൊടുക്കും. നിങ്ങളിത് ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾ ഇനി ഒരിക്കലും ഈസാമാരും വാസ് വേറും തമ്മിൽ തെറ്റിക്കരുത്. ഒരിക്കലും തെറ്റിക്കില്ല. ഈസ് ആം ആർ എന്ന് പറഞ്ഞാൽ ആണ് എന്ന്, വാസ് വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അതായത് ഞാൻ പോകുവാണ്, ഈസാമാർ വന്നു. ഞാൻ പോകുകയായിരുന്നു, വാസ് വേർ വന്നു. ഞാൻ കളിക്കുവാണ്, ഈസാമാർ വന്നു. ഞാൻ കളിക്കുകയായിരുന്നു, വാസ് വേർ വന്നു. ഞാൻ പഠിക്കുവാണ്, ഈസാമാർ വന്നു. ഞാൻ പഠിക്കുകയായിരുന്നു, വാസ് വേർ വന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതി കീപ്പ് ചെയ്യുക, പഠിക്കുക. ഇത് നിങ്ങൾ വീണ്ടും കേട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്തത് നിങ്ങൾ ആൻസർ തന്നത് കുറേ തന്നെ തെറ്റിപ്പോയി. ഞാൻ അതിൻ്റെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കുക. നിങ്ങൾ അതിൽ വന്ന തെറ്റെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. തെറ്റിപ്പോയത് സാരമൊന്നുമില്ല, തെറ്റൊക്കെ എല്ലാവർക്കും വരും, അതൊന്നും സാരമില്ല. എന്താണ് തെറ്റിപ്പോയെന്ന് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് സംസാരിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട്. ഒരു ട്രെയിനറുടെ സഹായത്തോടെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാം. ഈ അവധിക്കാലം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ പാരൻസ് ഒക്കെ, കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയാണ്, അതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ വിടുവോ അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ. അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുക. പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നവരൊക്കെ കാണും. വീട്ടിലെ പണികളുണ്ട്, ഏറ്റവും വലിയ പണി വീട്ടിലെ പണിയാണ്, ഞാനതിനെ സല്യൂട്ട് ചെയ്യുന്നു. എന്നാലും നമ്മുടെ അറിവിനെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിനെ സംസാരിച്ച് പഠിക്കാനുള്ള അവസരം നമുക്കുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഈ ഒരു ക്ലാസ്സിന്റെ ബാക്കി എന്നോണം അടുത്ത ദിവസം ഞാൻ ക്ലാസ്സുമായിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവരോടും നന്ദി പറയുന്നു.